ഹായ്, കമ്പ്യൂട്ടർ ഓർഗനൈസേഷൻ ആൻഡ് ആർക്കിടെക്ചർ യൂണിറ്റ് 1 ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ തൊട്ട് മുന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ആഡേഴ്സ് പറഞ്ഞു അല്ലേ, കോമ്പിനേഷൻ ലോജിക് സർക്യൂട്ടിൽ ആഡേഴ്സ് പറഞ്ഞു. ഹാഫ് ആർഡറും ഫുൾ ആർഡറും ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് ആരെങ്കിലും കാണാൻ ബാക്കിയുണ്ടെങ്കിൽ ഒന്ന് മുകളിലെ ലിങ്കിൽ പോയിട്ട് അതൊന്ന് കാണാം. അപ്പം ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ബൈനറി പാരലൽ ആഡേഴ്സ് ആണ്. ഓക്കെ, ബൈനറി പാരലൽ ആഡേഴ്സ് അല്ലെങ്കിൽ അതിന് നമ്മൾ റിപ്പിൾ ക്യാരി ആഡർ എന്നും പറയാറുണ്ട്. അപ്പോൾ തൊട്ട് മുന്നേ നമ്മൾ ആർഡർ ഹാഫ് ആർഡറും ഫുൾ ആർഡറും പറഞ്ഞില്ലേ. ഹാഫ് ആർഡർ ഓൺലി ഫോർ 2 ബിറ്റ് അഡീഷൻ ആണ്, 2 ബിറ്റ് മാത്രം ആഡ് ചെയ്യാനാണ്. അതേപോലെ ഫുൾ ആർഡർ ആണെങ്കിലോ ഫോർ 3 ബിറ്റ്സ് ഇൻക്ലൂഡിങ് ക്യാരി ബിറ്റിലെ ക്യാരി ബിറ്റും കൂടെ നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ 3 ബിറ്റ്സ് ആഡ് ചെയ്യാൻ നമുക്ക് എന്ത് ഉപയോഗിക്കാം, ഒരു ഫുൾ ആർഡർ ഉപയോഗിക്കാമെന്ന് പറയാം. അപ്പോൾ എനിക്കൊരു നമ്പർ ഉണ്ട് ഇങ്ങനെ 1011 0011 ഇങ്ങനെ 2 നമ്പേഴ്സ് ഉണ്ട്. ഇത് ഞാൻ എ എന്നും ഇത് ഞാൻ ബി എന്നും കൊടുത്തു. 1011ഉം 0011ഉം ഇങ്ങനെ 2 നമ്പേഴ്സ് ഉണ്ട്. ഈ 2 നമ്പർ ആഡ് ചെയ്യാൻ എനിക്കൊരു ഫുൾ ആർഡർ മതിയോ ഒന്ന് ആലോചിച്ച് നോക്കും. ഒരു ഫുൾ ആർഡർ എന്ന് പറഞ്ഞാൽ 1+1+1 അല്ലേ, അല്ലെങ്കിൽ A+B+C ഇത് മാത്രം ആഡ് ചെയ്യാൻ നമുക്ക് എന്ത് ഉപയോഗിക്കാൻ പറ്റുള്ളൂ, ഒരു ഫുൾ ആർഡർ ഉപയോഗിക്കാൻ പറ്റുള്ളൂ. ഓക്കെ, അതേ സമയത്ത് ഇങ്ങനെ ഒരു സ്ട്രിങ് ഓഫ് നമ്പേഴ്സ് തന്നു കഴിഞ്ഞാൽ ഇപ്പോൾ ഇവിടെ ഒരു 4 ബിറ്റ്സ് ഉണ്ട്. ഒരു നമ്പറിന് 4 ബിറ്റ്സ് ഉണ്ട്. അപ്പോൾ ഇങ്ങനത്തെ ഒരു നമ്പർ എന്നാൽ നമ്മളത് എങ്ങനെ ആഡ് ചെയ്യും? അപ്പോൾ അവിടെ എന്ത് പോരാ, ഒരു ഫുൾ ആർഡർ മാത്രം പോരാ നമുക്ക്. പകരം എന്ത് വേണം, ഒരു സീരീസ് ഓഫ് ഫുൾ ആർഡേഴ്സ്, ഒരു കാസ്കേഡ് ഓഫ് ഫുൾ ആർഡേഴ്സ് നമുക്ക് ഉണ്ട് ആവശ്യമായിട്ട് വരും. ഒന്നിൻ്റെ ഔട്ട്പുട്ട് അടുത്തതിലേക്ക് കണക്ട് ചെയ്യുന്ന രീതിയിൽ ഒരു നമ്പർ ഓഫ് ഫുൾ ആർഡേഴ്സ് നമുക്ക് ആവശ്യമായിട്ട് വരും. സോ നമ്മൾ ആഡ് ചെയ്യേണ്ട നമ്പേഴ്സ് അല്ലെങ്കിൽ ഡിജിറ്റ്സ് ബൈനറി നമ്പർ n ബിറ്റ് ഉണ്ടെങ്കിൽ, ടോട്ടൽ n നമ്പർ ഓഫ് ബിറ്റ്സ് ഉണ്ടെങ്കിൽ നമുക്ക് അവിടെ എത്ര ഫുൾ ആഡേഴ്സ് വേണ്ടി വരും? വി നീഡ് n നമ്പർ ഓഫ് ഫുൾ ആഡേഴ്സ്. n ബിറ്റ് ഉണ്ടെങ്കിൽ സോ ഇഫ് ദർ ഈസ് n ബിറ്റ് സോ വി നീഡ് ടു n നമ്പർ ഓഫ് ഫുൾ ആഡേഴ്സ്. അപ്പം ഒരു ഫുൾ ആഡർ വെച്ചാൽ നമുക്ക് എന്ത് പറ്റുള്ളൂ, ഒരു ബിറ്റ് അല്ലെങ്കിൽ ഇപ്പം ഒരു ഫുൾ ആഡർ ഉണ്ടെങ്കിൽ എനിക്ക് ഈ ഒരു സാധനം മാത്രം ആഡ് ചെയ്യാൻ പറ്റുള്ളൂ. മനസ്സിലായോ? അതേസമയം ഇതെല്ലാം ആഡ് ചെയ്യാൻ എനിക്ക് എന്ത് വേണം, 1 2 3 4 ഫുൾ ആഡേഴ്സ് വെച്ചാൽ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഈ A+B എന്നുള്ളൊരു ഓപ്പറേഷൻ എനിക്ക് നടത്താൻ പറ്റുള്ളൂ. അപ്പം അത് നടത്താൻ വേണ്ടി നമ്മൾ ചെയ്യുന്ന മെത്തേഡാണ് ഒരു ഫുൾ ആഡേഴ്സ് അല്ലെങ്കിൽ നമ്പർ ഓഫ് ഫുൾ ആഡേഴ്സ് നമ്മൾ എന്ത് ചെയ്യും, ഒന്നിൻ്റെ ഔട്ട്പുട്ട് അടുത്തിലേക്ക് കണക്ട് ചെയ്യുന്ന രീതിയിൽ നമ്മൾ കാസ്കേഡ് ഫോം എന്ന് പറയും അതിനെ കണക്ട് ചെയ്ത് വെക്കും, പാരലലായിട്ട് കണക്ട് ചെയ്ത് വെക്കും. അങ്ങനത്തെ ഒരു അറേഞ്ച്മെന്റ് ആണ് എന്ത് പറയുന്നത്, ബൈനറി പാരലൽ ആഡേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അതിന് റിപ്പിൾ ക്യാരി ആഡർ എന്നുള്ള വേറൊരു പേരുണ്ട്. അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ആദ്യം നമുക്ക് ഈ ഒരു അഡീഷൻ ചെയ്ത് നോക്കാം. എങ്ങനെയാണ് ഈ A+B എന്നുള്ള ഈ അഡീഷൻ ഈ ഒരു പർട്ടിക്കുലർ നമ്പറിന് ചെയ്യുന്നത് നമുക്കൊന്ന് നോക്കാം ആദ്യം. ഓക്കെ, സോ ആദ്യം A മീൻസ് 1011 ആണ്. ദെൻ B ഇറ്റ് ഈസ് 0011 ആണ്. ഇത് രണ്ടും എനിക്ക് എന്ത് ചെയ്യണം, ആഡ് ചെയ്യണം. ഇത് രണ്ടുമാണ് എനിക്ക് എന്ത് ചെയ്യേണ്ടത്, ആഡ് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്കറിയാം ഒരു ഫുൾ ആഡർ വെച്ചിട്ട് ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്തുണ്ടാവും, ഒരു ക്യാരി ഇൻ ഉണ്ടാവും, അതേപോലെ ഒരു ക്യാരി ഔട്ട് ഉണ്ടാവും. 3 ബിറ്റ്സ് അല്ലേ. സോ ഒരു C ഇൻ ക്യാരി ഇൻ എന്നുള്ളതും ഇത്രയാണ് നമ്മൾ അഡീഷൻ്റെ ഭാഗത്ത് വരും അല്ലേ. ഫുൾ ആർഡർ വെച്ചാൽ നമുക്ക് 3 ബിറ്റ്സ് ആഡ് ചെയ്യാമെന്ന് പറഞ്ഞു. ആ 3 ബിറ്റ്സ് ആണ് ഇവിടെ A B, അതേപോലെ എന്തെങ്കിലും പ്രീവിയസ് ക്യാരീസ് ഉണ്ടെങ്കിൽ അതും കൂടെ. ഓക്കെ, അതേപോലെ ഔട്ട്പുട്ട് സമ്മ് വരും S ആൻഡ് ഒരു ക്യാരി ഔട്ട് CO വരും, ഓർ C ഔട്ട് എന്ന് എഴുതാം എന്തായാലും. ഇപ്പം ഇത്രയാണ് ഈ ഓപ്പറേഷൻസ് ഉണ്ടാവുക. അപ്പോൾ ഇതിൻ്റെ അഡീഷൻ ഞാനൊന്ന് പെർഫോം ചെയ്യാം, നിങ്ങൾക്ക് അറിയാവുന്ന തന്നെയായിരിക്കും. സോ ഫസ്റ്റ് ക്യാരി ഇൻ അല്ലെ, തൊട്ട് മുമ്പ് അഡീഷൻസ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് അതിൻ്റെ ക്യാരി ഇൻ നമ്മൾ എന്തായിരിക്കും, ഇനീഷ്യൽ ഫസ്റ്റ് ലീസ്റ്റ് സിഗ്നിഫിക്കൻറ്റ് ബിറ്റ് ക്യാരി ഇൻ ഓൾവേസ് എന്തായിരിക്കും, 0 ആയിരിക്കും. കാരണം അതിൻ്റെ മുമ്പ് അഡീഷൻ ഒന്നുമില്ല, അവിടെ നിന്നും ക്യാരി ഇന്ന് വരാനില്ല. സോ 0 ആയിരിക്കും. അപ്പോൾ ഈ 3 എണ്ണം ഞാനൊരു ഫുൾ ആർഡർ വെച്ചിട്ട് ആഡ് ചെയ്യും. ഇപ്പം ഈ 3 എണ്ണത്തിന് എനിക്ക് എന്ത് വേണം, ഒരു ഫുൾ ആർഡർ വേണം. 0 + 1 + 1 എന്താ ആൻസർ വരുന്നത്, 0 + 1 1 1 + 1 0 വിത്ത് ക്യാരി 1. അപ്പം ഇവിടെ ഒരു ഔട്ട്പുട്ട് എന്തുണ്ട്, ക്യാരി 1 ഉണ്ട്. ഈ ഔട്ട്പുട്ടാണ് എവിടേക്ക് പോകുന്നത്, ഇവിടെ C ഇൻ ആയിട്ട് പോകുന്നത്. മനസ്സിലായോ? ഇനി നെക്സ്റ്റ് 1 + 1 10 + 1 11 അല്ലേ. 1 വിത്ത് ക്യാരി 1 വരും.
ഈ ഒരു 1 എന്ത് ചെയ്യും തൊട്ടടുത്ത പൊസിഷനിലേക്ക് പോകും. അതാണ് അടുത്തതിൻ്റെ ക്യാരി ഇൻ, അടുത്ത ഫുൾ ആഡറിൻ്റെ ക്യാരി ഇൻ ആയിട്ട് പോകുന്നത്. ദെൻ 1 പ്ലസ് 0 പ്ലസ് 0 1 ക്യാരി 0 ആണ്. സോ ഇത് ഇവിടേക്ക് പോകും. ഓക്കെ, 0 പ്ലസ് 1 പ്ലസ് 0 1 വിത്ത് ക്യാരി 0. അപ്പോൾ ഇതിൻ്റെ ഈ അഡീഷൻ്റെ സമ്മായിട്ട് നമുക്ക് 1 0 1 1 1 0 എന്നുള്ളതും അതിൻ്റെ ക്യാരി ഔട്ടായിട്ട് നമുക്ക് 0 0 1 1 എന്നും വരും. അപ്പം ഇത് ഓപ്പറേഷൻ നടക്കുന്നത് എങ്ങനെയെന്നാണ് ഞാൻ പറഞ്ഞത്. അപ്പം 3 ബിറ്റ്സ് ആഡ് ചെയ്യാൻ മാത്രമേ നമുക്ക് എന്ത് പറ്റുള്ളൂ, ഒരു ഫുൾ ആഡ് പറ്റുള്ളൂ. അപ്പം ഇവിടെ എ എന്നുള്ളത് 1 0 1 1 ഉം ബി എന്നുള്ളത് 0 0 1 1 ഉം ആണെങ്കിൽ അവിടെ 4 ബിറ്റ്സ് ഉണ്ടല്ലോ ഓരോ ഫോമിലും, ഓരോ നമ്പറിനും 4 ബിറ്റ്സ് വീതമുണ്ട്. അപ്പോൾ ഇത് ആഡ് ചെയ്യാൻ നമുക്ക് മിനിമം എത്ര ഫുൾ ആഡേഴ്സ് വേണം? 4 ഫുൾ ആഡേഴ്സ് വേണം. അതിൽ ഒന്നിൻ്റെ ഔട്ട്പുട്ട് അല്ലെങ്കിൽ ഈ ഒരു ഓപ്പറേഷൻ നടന്നാൽ അതിന് കിട്ടുന്ന ഈ ഔട്ട്പുട്ട് നമ്മൾ എന്ത് ചെയ്യും, അടുത്ത ഫുൾ ആഡറിൻ്റെ സി ഇൻ ആയിട്ട് പോകും. അതായത് ക്യാരി ഔട്ട് ഉണ്ടെങ്കിൽ അത് അടുത്ത ഫുൾ ആഡറിൻ്റെ സി ഇന്നിലേക്ക് പോകും. ഓക്കെ, ദെൻ അത് പെർഫോം ചെയ്യും. 3 നമ്മൾ പെർഫോം ചെയ്യും, എ ബി സി പെർഫോം ചെയ്യും, സമ്മ് കിട്ടും, കിട്ടും. ക്യാരി ഉണ്ടെങ്കിൽ ഈ ക്യാരി ഔട്ടിന് എന്ത് ചെയ്യും, അടുത്ത ഫുൾ ആഡറിൻ്റെ ക്യാരി ഇന്നയിലേക്ക് പോകും. അങ്ങനെയാണ് ഈ ഒരു ഓപ്പറേഷൻസ് നടക്കുന്നത്. അപ്പോൾ ഇത് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. എയും ബിയും സിയും വെച്ചിട്ട് നമ്മൾ സമ്മും ഔട്ടും വെച്ചിട്ട് എങ്ങനെയാണ് ഒരു ഫുൾ ആഡർ വെച്ചിട്ട് ഈ ഒരു അരിത്തമെറ്റിക് അല്ലെങ്കിൽ ബൈനറി അഡീഷൻ നടത്തുന്നുള്ളത് ക്ലിയർ ആണെന്ന് വിചാരിക്കും. ഇനി നമ്മുടെ ക്വസ്റ്റ്യൻ എങ്ങനെയാണ് നമ്മൾ ഇത് വെച്ചിട്ട് ഒരു ബൈനറി പാരലൽ ആഡേഴ്സ് ഉണ്ടാക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ ഈ ഒരു എക്സാമ്പിൾ തന്നെ എടുക്കുകയാണ്. നമ്മുടെ കയ്യിൽ 4 ബിറ്റ്സ് ഉണ്ട്. അപ്പോൾ നമുക്ക് ടോട്ടൽ എത്ര ഫുൾ ആഡേഴ്സ് വേണം? സോ n നമ്പർ ഓഫ് ബിറ്റ്സ് ഉണ്ടെങ്കിൽ n ഫുൾ ആഡർ വേണം. ഇവിടെ നമുക്ക് ഓരോ നമ്പറും എയും ബിയും 4 ബിറ്റ്സ് വെച്ചിട്ടാണുള്ളത് അല്ലേ. അതുകൊണ്ട് തന്നെ എത്ര ഫുൾ ആഡർ മതി? 4 ഫുൾ ആഡേഴ്സ് മതി. അപ്പോൾ ഞാൻ ആ ഡയഗ്രാം ഒന്ന് ഇവിടെ ചേർക്കുകയാണ് ചെറുതായിട്ട്. ഇതൊരു ഫുൾ ആഡർ ആണ്. ഫുൾ ആഡർ 0 എന്ന് കൊടുക്കാം നമുക്ക്. സോ 4 ഫുൾ ആഡേഴ്സ് വരക്കണം. എഫ് എ ഫുൾ ആഡർ ആണ്. ഫുൾ ആഡർ 1, FA2 and FA3. ഫുൾ ആഡർ 0 1 2 ആൻഡ് 3 ഇങ്ങനെ 3 എണ്ണം. അപ്പം ഈ ഒരു ഫുൾ ആഡറിന് നമുക്ക് 3 ഇൻപുട്ട് ഉണ്ടാവും. ദിസ് ഈസ് CI, ഈ സി ആണ് ഇവിടെ മെൻഷൻ ചെയ്യുന്നത്. ദെൻ BI ഉണ്ടാവും. BI മീൻസ് ബിൻ്റെ ഒരു ബിറ്റ്. അതേപോലെ AI മീൻസ് ഐ കൊടുക്കാൻ കാരണം 0 1 2 3 പൊസിഷൻ കാണിക്കാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, ദെൻ 2 ഔട്ട്പുട്ട് ഉണ്ടാവും. ഒന്ന് S0 സമ്മിൻ്റെതാണ്, ഇത് ലീസ്റ്റ് സിഗ്നിഫിക്കൻറ്റ് ബിറ്റാണ് ഈ അവസാനത്തെ പൊസിഷനിൽ വരിക. ആൻഡ് ഒരു സി ഔട്ട് ഉണ്ടാവും. ഈ സി ഔട്ടിനെ ഞാൻ എന്ത് ചെയ്യും, തൊട്ടടുത്തതിൻ്റെ സി ഐയിലേക്ക് കണക്ട് ചെയ്യും. ഇതിൽ നേരത്തെ പറഞ്ഞ പോലെ 2 എണ്ണം ഉണ്ടാവും. ബി ഉണ്ടാവും, എ ഉണ്ടാവും. ഇവിടെ 2 ഔട്ട്പുട്ട് ഉണ്ടാവും. S1 സമ്മിൻ്റെതും ഒന്ന് സി ഔട്ടും. ഈ സി ഔട്ടിനെ നമ്മൾ എന്ത് ചെയ്യും, തൊട്ടടുത്തതിൻ്റെ സി ആയിട്ട് കണക്ട് ചെയ്യും. ഇവിടെ സമ്മ്, ഇവിടെ 2 ഇൻപുട്ട്സ്, ബി വരും, അതുപോലെ എ വരും. ഇതിൻ്റെ ഔട്ട്പുട്ട് തൊട്ടടുത്ത ഇതിൻ്റെ ഗേറ്റിൻ്റെ സി ഐ ആയിട്ട് കണക്ട് ചെയ്യും. ദിസ് ഈസ് സി ഔട്ട് ഓഫ് FA2 കണക്റ്റഡ് ടു സി ഐ ഓഫ് FA3 ആൻഡ് ദർ ഈസ് 2 മോർ ഇൻപുട്ട്സ് ബി എ. വേണമെങ്കിൽ അതിനൊക്കെ ഐ എന്നുള്ള നൊട്ടേഷൻ കൊടുക്കാൻ, നമ്പർ കാണിക്കാൻ വേണ്ടിയിട്ടാണ്. ദെൻ ഇവിടെ S2 വരും, ഇത് S3 വരും, ഇവിടെ ഒരു S4 അല്ലെങ്കിൽ സി ഔട്ടാണ്. അവസാനത്തെ ക്യാരി ഉണ്ടെങ്കിൽ അത് ഈ നമ്പറിലല്ലേ അവസാനം അത് സം ചെയ്തിട്ട് വരും. അല്ലെങ്കിൽ ഇനിയും ഇങ്ങോട്ടേക്ക് നമ്പേഴ്സ് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യും, ഈ സി ഔട്ടിനെ നമ്മൾ അടുത്ത ബിറ്റിൻ്റെ സി ഇന്നായിട്ട് കണക്ട് ചെയ്യും. ഇങ്ങനെയാണ് ഡയഗ്രാം വരുന്നത്. ഓക്കെ, ഇപ്പം 4 ഈ നമ്പർ ആഡ് ചെയ്യാനുള്ള ഒരു ഫുൾ ആഡർ അല്ലെങ്കിൽ പാരലൽ ആഡറാണ് ഞാനിവിടെ കൺസ്ട്രക്ട് ചെയ്തത്. ഇത് ഡയഗ്രാം നോക്കാം. 4 ബിറ്റ്സ് ഉള്ളതുകൊണ്ട് ഞാൻ 4 ഫുൾ ആഡേഴ്സ് എടുത്തു. അതിനെല്ലാത്തിനും എ ബി 2 ഇൻപുട്ട് അല്ലേ, നമ്മൾ സാധാരണ കൊടുക്കുന്ന പോലെ എ ബി ഇൻപുട്ട്. അതേപോലെ ഓരോന്നിനും മൂന്നാമത്തെ ഇൻപുട്ട് എന്താണ്, ക്യാരി കാൽക്കുലേറ്റ് ചെയ്യാനുള്ളതാണ്. തൊട്ട് മുമ്പത്തെ റിസൾട്ടിൻ്റെ ക്യാരി കാൽക്കുലേറ്റ് ചെയ്യാനാണ് മൂന്നാമത്തെ സി ഐ എന്നുള്ളത് കൊടുക്കുന്നത്. അപ്പോൾ അതിവിടെ കൊടുക്കും. അപ്പം എല്ലാത്തിനും സി ഐ വരും. എല്ലാ ഫുൾ ആർഡറിനും 2 ഔട്ട്പുട്ടിനും നമുക്കറിയാം അല്ലേ, ഒരു സമ്മും ഒരു ക്യാരി ഔട്ടും. ഓൾറെഡി നമ്മൾ തൊട്ട് മുമ്പ് ഡിസ്കസ് ചെയ്തിട്ടുണ്ടത്. ഒരു ഫുൾ ആർഡറിന് 3 ഇൻപുട്ട്സും 2 ഔട്ട്പുട്ടാന്നുള്ളത്. സമ്മ് ഇവിടെ നമ്മളിവിടെ സ്റ്റോപ്പ്
കാണിക്കും, അതേപോലെ സി ഔട്ട് ഉണ്ട്. ഇനി ഇവിടെ കാണിക്കേണ്ടത് ലീസ്റ്റ് സിഗ്നിഫിക്കൻറ്റ് ബിറ്റ്, അതാണ് ഇവിടെ ആഡ് ചെയ്യുക. ലീസ്റ്റ് സിഗ്നിഫിക്കൻറ്റ് ബിറ്റ് അറിയാം റൈറ്റ് മോസ്റ്റ് ബിറ്റ് ആണ്, ഇതാണ് ഇവിടെ ആഡ് ചെയ്യുന്നത്. അതിൻ്റെ സി ഔട്ട് നമ്മൾ എന്ത് ചെയ്യും, തൊട്ടടുത്ത നെക്സ്റ്റ് പൊസിഷനിലുള്ള ഈ ഫുൾ ആർഡറിൻ്റെ സി ഇൻ ആയിട്ട് കണക്ട് ചെയ്യും. നമ്മളിവിടെ ചെയ്യുന്നത് അങ്ങനെയാണ് അല്ലേ. 1+1 ആഡ് ചെയ്തു 0 വന്നു, ഇവിടെ ഒരു 1 വന്നു, അതിനാണ് എന്ത് ചെയ്യും തൊട്ടടുത്ത പൊസിഷനിലേക്ക് എടുത്തു. സോ ഇവിടെ നമ്മൾ ആഡ് ചെയ്യുമ്പം അതിൻ്റെ റിസൾട്ട് ക്യാരി വരുന്ന റിസൾട്ട് എന്ത് ചെയ്യും തൊട്ടടുത്ത പൊസിഷനിലേക്ക് കൊടുക്കും. ഇതിൻ്റെ റിസൾട്ടിൻ്റെ ക്യാരി തൊട്ടടുത്തതിലേക്ക്, ദെൻ ഇതിൻ്റെ റിസൾട്ടിൻ്റെ ക്യാരി തൊട്ടടുത്തതിലേക്ക്. ഇങ്ങനെയാണ് ഈ കണക്ഷൻസ് പോകുന്നത്. ഇതൊന്ന് നോക്കി വെക്കുക. ഇത് ഓൺലി ഫോർ 4 ബിറ്റ്സ് ആണെങ്കിൽ 5 ബിറ്റ്സ് ഉണ്ടെങ്കിൽ ഒന്നും കൂടെ ഇവിടെ കൊടുക്കണം. 8 ബിറ്റ് ഉണ്ടെങ്കിൽ ഇങ്ങനെ 8 ഫുൾ ആർഡേഴ്സ് കണക്ട് ചെയ്യണം പാരലായിട്ട്. ഇതാണ് ഇതിൻ്റെ ഡയഗ്രാം. ഇനി ഇതിൻ്റെ വർക്കിംഗ് ഒന്ന് നോക്കാം. നമുക്ക് ഈ ഒരു സെയിം എക്സാമ്പിൾ വെച്ചിട്ട് നോക്കാം. അപ്പം ലീസ്റ്റ് സിഗ്നിഫിക്കൻറ്റ് ബിറ്റ് മുതൽ എ ബി സി എഴുതുക. A1 0 1 1 ആണ് അല്ലേ. ഇതിൻ്റെ ഇതാണ് MSD, ഇതാണ് LSD. ഇവിടെ എൻ്റെ വാല്യൂ 1 വരും, ഇവിടെ 0 വരും, ആൻഡ് ദിസ് ഈസ് 1 1 1 0 1 1. ഇതാണ് എൻ്റെ വാല്യൂസ് വരുന്നത്. അതേപോലെ ബിൻ്റെ വാല്യൂസ് ആണെങ്കിൽ 0 0 1 1 ആണ്. സോ ഇവിടെ 0 വരും, ഇവിടെ 0 വരും, ദിസ് ഈസ് 1 ആൻഡ് ദിസ് ഈസ് 1. ഇതാണ് ഇപ്പം ഇതിൻ്റെ ഇൻപുട്ടായിട്ട് നമുക്ക് തന്ന വേർഷൻസ് അല്ല. ഇത് രണ്ടുമാണ് നമുക്ക് എന്ത് ചെയ്യുന്നത് ആഡ് ചെയ്യേണ്ടത്. എയും ബിയും ആണ് നമുക്ക് എന്ത് ചെയ്യുന്നത് ആഡ് ചെയ്യേണ്ടത് യൂസിങ് ദിസ് ഫുൾ ആർഡർ സർക്യൂട്ട്. സോ ഇതിൽ ആദ്യം ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ ഫസ്റ്റ് ബിറ്റിന് ഒരിക്കലും എന്തുണ്ടാവില്ല, ഒരു ക്യാരീന് വരാനുണ്ടാവില്ല. കാരണം അതിൻ്റെ മുന്നേ ഉള്ള ബിറ്റ്സ് ഒന്നും ആഡ് ചെയ്യാത്തതുകൊണ്ട് അവിടെ ഒരു ക്യാരീന് ഉണ്ടാവില്ല. സോ ഇത് നമ്മൾ ഓൾവേസ് എന്ത് ചെയ്യും, ഗ്രൗണ്ട് ചെയ്യും. ദാറ്റ് മീൻസ് ഈ വാല്യൂ എപ്പോഴും എന്തായിരിക്കും 0 ആയിരിക്കും. ഇവിടെ 0 കൊടുത്ത പോലെ. ഇനി ഇതൊന്ന് നമുക്ക് പെർഫോം ചെയ്ത് നോക്കാം. ഇവിടെ നടക്കുന്ന ഫുൾ ആർഡറിൽ നമുക്ക് 1 1 0 ആണ് ഇൻപുട്ട് കൊടുത്തത് അല്ലേ. 1+1 മീൻസ് 1 0 + 0 1 0. സോ സം എന്ത് വരും 0 വരും, ക്യാരി 1 വരും അല്ലേ, ഇവിടെ വന്ന പോലെ. ഈ ക്യാരി 1 ഞാൻ ഇവിടേക്ക് കൊടുക്കും അല്ലേ. അങ്ങനെയാണ് ഇവിടെ കണക്ഷൻ പോകുന്നത്. സോ ഈ ഫുൾ ആർഡർ 1 FA1 എന്ത് ചെയ്യും, 3 1s ആഡ് ചെയ്യും. 3 1 ആഡ് ചെയ്താൽ 1 വിത്ത് ക്യാരി 1 ആണ്. സോ ഇതിൻ്റെ സം വാല്യൂ 1 വരും. അതേപോലെ ക്യാരി ഔട്ടും എന്താണ് 1 ആണ്. അഗെയിൻ ഈ 1 ഞാൻ ഇവിടേക്ക് പോകും. 0 0 1 ആണ് FA2ൻ്റെ ഇൻപുട്ട് വരുന്നത്, 3 ഇൻപുട്ട് വരുന്നത് 0 0 1 ആണ്. അപ്പോൾ അത് ഇതിൻ്റെ സം എന്ത് വരും 1 വരും, ആൻഡ് ക്യാരി ഇവിടെ ഇല്ല. സോ 0 ആണ് ക്യാരി, ഇത് ഇവിടേക്ക് പോകും. 1 0 0 എന്ത് വരും, സമ്മ് 1 വരും, ക്യാരി 0 വരും. ഓക്കെ, ഇങ്ങനെയാണ് ഈ ഓപ്പറേഷൻ പെർഫോം ചെയ്യുന്നത്. ഇനി ഇതിൻ്റെ സം റിസൾട്ട് കിട്ടണമെങ്കിൽ, എസ് കിട്ടണമെങ്കിൽ ഇവിടുന്ന് ഇങ്ങോട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഈ നമ്പേഴ്സ് ഓർഡറിൽ എഴുതുക. അപ്പം ഇത് ഈ അവസാനത്തെ ക്യാരി ഔട്ട് നമുക്ക് എന്ത് ചെയ്യാം, സമ്മിൻ്റെ റിസൾട്ടിലേക്ക് എഴുതാം വേണമെങ്കിൽ. സോ സം ഈക്വൽ ടു എന്ത് വരും, അവസാനം 0 ആണ്, 1. ഈ ക്യാരി ഔട്ട് എടുക്കേണ്ട ആവശ്യമില്ല, ദെൻ സമ്മ് മാത്രം എഴുതാൽ മതി. 1 1 and 0. That means 1 1 1 0 ഇതിൻ്റെ സമ്മ് കിട്ടും നമുക്ക്. അതേപോലെ ക്യാരി ചെയ്താണെങ്കിൽ ക്യാരിയുടെ ആവശ്യമില്ല, ഇവിടെ 0 ആണല്ലേ ക്യാരി ഔട്ട്, അവസാനം 0, ഇത് 0, ദിസ് ഈസ് 1 and 1. അപ്പോൾ ഇതൊന്ന് കമ്പയർ ചെയ്ത് നോക്കുക നിങ്ങളല്ലേ. 1 1 1 0 എന്നുള്ളത് സമ്മായിട്ടും അതേപോലെ ക്യാരി ആയിട്ട് 0 0 1 1 എന്നുള്ളത് നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ ഇതാണ് ഒരു ബൈനറി പാരലൽ ആഡർ അറേഞ്ച്മെൻറ്റ്. ക്ലിയർ ആണോ? അപ്പോൾ ഇതിൻ്റെ വർക്കിംഗ് ഞാൻ പറഞ്ഞു. ഓക്കെ, ഇനി ഇതിൻ്റെ വർക്കിംഗ് ഒന്ന് നമുക്ക് ഒന്നും കൂടി ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഇതിന് വേറൊരു പേരുണ്ട് തോന്നുന്നില്ല, എന്താണ്, റിപ്പിൾ ക്യാരി ആഡർ. റിപ്പിൾ ക്യാരി ആഡർ. എന്തുകൊണ്ടാണ് ഇതിന് റിപ്പിൾ ക്യാരി ആഡർ എന്ന് പറയുന്നത് നോക്കാം. നിങ്ങൾ ഈ ഒരു അഡീഷൻ നോക്കുക നിങ്ങൾ. അപ്പം ആദ്യം ഇതിലേത് ഫുൾ ആർഡറാണ് വർക്ക് ചെയ്യാം. കാരണം ഈ ഒരു കേസിൽ നമുക്ക് CI ഇല്ലേ, ഇപ്പം FA3 വർക്ക് ചെയ്യണമെങ്കിൽ ഇവിടെ വരിക. FA3 വർക്ക് ചെയ്യണമെങ്കിൽ എന്ത് വേണം, ഈ CI3 എന്നുള്ളത് നമുക്ക് എന്ത് ചെയ്യണം, ഈ ഇൻപുട്ട് കിട്ടണം അല്ലെ. ഇവിടെ 0 എന്നുള്ള ഇൻപുട്ട് കിട്ടിയാലേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഈ ഫുൾ ആർഡർ 3 വർക്ക് ചെയ്തിട്ട് ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്യുള്ളൂ അല്ലേ. കാരണം 3 ഇൻപുട്ട് വരണം. മൂന്നാമത്തെ ഇൻപുട്ട് എന്താണ്, CI3 ആണ്. അത് എവിടുന്ന് വരണം, തൊട്ട് മുന്നത്തെ ഫുൾ ആർഡർ വർക്ക് ചെയ്താലേ എന്ത് ചെയ്യുള്ളൂ, അതായത് FA2 വർക്ക് ചെയ്താലേ നമുക്ക് എന്ത് കിട്ടുള്ളൂ, ഇവിടെ ക്യാരി ഔട്ട് കിട്ടിയിട്ട് അത് ഇവിടേക്ക് കിട്ടുന്നുള്ളൂ. അങ്ങനെ ആകുമ്പോൾ മാത്രം എന്തുള്ളൂ, 3 ഇൻപുട്ട് ഇവിടെ വരുന്നുള്ളൂ. അതേപോലെ FA2 വർക്ക് ചെയ്യണമെങ്കിൽ നമുക്ക് എന്ത് വേണം, ഈ CI വേണം.
അല്ലേ? ഈ സി ഐൻ്റെ വാല്യൂ നമുക്ക് കിട്ടണം, 3 ഇൻപുട്ട് കിട്ടണം. എയും ബിയും നമുക്കറിയാം, പക്ഷേ ഈ സി ഐ കിട്ടണം. ഈ സി ഐ എവിടെ നിന്നാണ് കിട്ടുന്നത്? നമുക്ക് തൊട്ട് മുന്നുള്ള ഫുൾ ആർഡറിൻ്റെ സി ഔട്ടാണ്, FA1ൻ്റെ ഔട്ടാണ്, സി ഔട്ടാണ്. അത് ഇവിടെ നിന്നാണ് കിട്ടുന്നത്. അപ്പം ഇവിടേക്കുള്ള ഈ ഇൻപുട്ട് കിട്ടണമെങ്കിൽ ഇത് വർക്ക് ചെയ്തിട്ട് ഇതിൻ്റെ ഔട്ട്പുട്ട് രണ്ടും കിട്ടണം. അതായത് സി ഔട്ട് കിട്ടിയാൽ ഇത് വർക്ക് ചെയ്യുന്നുള്ളൂ. അതേപോലെ FA1 എടുത്ത് നോക്കുക നിങ്ങൾ. FA1 വർക്ക് ചെയ്യണമെങ്കിൽ എന്ത് വേണം? എയും ബിയും സിയും വേണം. എയും ബിയും നമുക്ക് ഇവിടുന്ന് കിട്ടും, പക്ഷേ സി കിട്ടണമെങ്കിൽ എന്ത് വേണം? ഈ നമ്പർ എവിടെ നിന്നാണ് നമുക്ക് കിട്ടുന്നത്? ഇതിൻ്റെ റിസൾട്ടാണ്, അല്ലേ? അങ്ങനെയാണെങ്കിൽ ഇത് വർക്ക് ചെയ്താൽ മാത്രമേ നമുക്ക് എന്ത് കിട്ടുള്ളൂ? ഈ 1 റിസൾട്ട് കിട്ടി അത് ഇവിടെ കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പം ഇത് വർക്ക് ചെയ്യണമെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? 1ഉം 1ഉം നമുക്കറിയാം. ഏറ്റവും ലീസ്റ്റ് LSDൻ്റെ ഗ്രൗണ്ട് അല്ലെങ്കിൽ CI എപ്പോഴും 0 എന്ന് നമുക്കറിയാൻ പറ്റും. അപ്പം ഇത് വർക്ക് ചെയ്യാൻ വലിയ കുഴപ്പമില്ല. നമുക്ക് എന്ത് ചെയ്യും? ഈ 0 വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യും? ആദ്യം ഈ FA0 ആണ് എന്ത് ചെയ്യുക? ഫസ്റ്റ് വർക്ക് ചെയ്യുക. ഓക്കെ, കാരണം അതിന് 3 ഇൻപുട്ടും റെഡിലി അവൈലബിൾ ആണ്. ഇതിനെല്ലാം ബാക്കിയുള്ളതിനെല്ലാം എന്തില്ല? CI എന്നുള്ള ഇൻപുട്ട് എന്തില്ല അവിടെ അവൈലബിൾ അല്ല. ഓക്കെ, അപ്പം ഈ FA0ന് ഫുൾ ആർഡർ 0ന് 3 ഇൻപുട്ടും അവൈലബിൾ ആണ്. അപ്പോൾ എന്ത് ചെയ്യും? സമ്മും 0യും അല്ലെങ്കിൽ സമ്മും ക്യാരി ഔട്ട് പ്രൊഡ്യൂസ് ചെയ്യും. ഇത് പ്രൊഡ്യൂസ് ചെയ്തതിന് ശേഷം ഈ സാധനം എന്ത് ചെയ്യും? ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് പ്രൊപ്പഗേറ്റ് ചെയ്ത് കൊണ്ടുപോകും, അല്ലേ? അപ്പം മാത്രമേ ഉള്ളൂ ഇവിടെ 3 ഇൻപുട്ട് വരുന്നത്. ഇത് 3 ഇൻപുട്ട് കിട്ടുമ്പോൾ എന്ത് ചെയ്യും? ഈ FA1 വർക്ക് ചെയ്യും. FA1 വർക്ക് ചെയ്താൽ അതിനൊരു ക്യാരി ഔട്ട് പ്രൊഡ്യൂസ് ചെയ്യും. അത് നമ്മൾ എന്ത് ചെയ്യും? ഇവിടുന്ന് ഇവിടേക്ക് കൊണ്ടുപോകും. അപ്പം ഇവിടെ 3 ഇൻപുട്ടും ആവും. FA2 വർക്ക് ചെയ്യും, ഒരു ക്യാരി ഔട്ട് പ്രൊഡ്യൂസ് ചെയ്യും. സോ അത് ഇവിടുന്ന് ഇവിടേക്ക് കൊണ്ടുപോകും. അപ്പം ഈ FA3 വർക്ക് ചെയ്യും. അപ്പം ഇതിനൊരു ഔട്ട്പുട്ട് നമുക്ക് പ്രൊഡ്യൂസ് ചെയ്ത് കിട്ടും. സോ ഇൻ ഷോർട്ടായിട്ട് പറയുകയാണെങ്കിൽ FA3 വർക്ക് ചെയ്യണമെങ്കിൽ ആദ്യം ആര് വർക്ക് ചെയ്ത് റിസൾട്ട് കിട്ടണം? FA2ൻ്റെ റിസൾട്ട് കിട്ടണം, അത് വർക്ക് ചെയ്യണം. പക്ഷേ FA2 വർക്ക് ചെയ്യണമെങ്കിൽ നമുക്ക് എന്ത് വേണം? FA1 വർക്ക് ചെയ്യണം. FA1 വർക്ക് ചെയ്യണമെങ്കിലോ FA0 എന്നുള്ളത് ഫുള്ളി വർക്ക് ചെയ്യണം. FA0 നമുക്ക് എന്ത് ചെയ്യും? അപ്പം ഏറ്റവും ആദ്യം ഈ ഒരു സർക്യൂട്ടിൽ നമുക്ക് വർക്ക് ചെയ്യുന്ന ആരാണ്? FA1 ആണ് ആദ്യം വർക്ക് ചെയ്യുക. ഫസ്റ്റ് ഇത് വർക്ക് ചെയ്യും. ഇത് രണ്ടാമത് ഇതിന് ശേഷമാണ് ഇത് വർക്ക് ചെയ്യുക. ഇതിന് ശേഷം FA3 വർക്ക് ചെയ്യും. ഇതിന് ശേഷം മാത്രമേ എന്ത് വർക്ക് ചെയ്യുള്ളൂ? ഈ FA3 എന്നുള്ളത് വർക്ക് ചെയ്യുന്നുള്ളൂ. ആദ്യം ഇത് വർക്ക് ചെയ്യും, അതിൻ്റെ റിസൾട്ട് കിട്ടിയതിന് ശേഷം മാത്രം ഇത് വർക്ക് ചെയ്യും. അതിൻ്റെ റിസൾട്ട് കിട്ടിയ ശേഷം മാത്രം ഇത്, അതിനുശേഷം ഇത്. സോ ദർ ഈസ് എ ഡിലേ, അല്ലേ? ഈ FA3 വർക്ക് ചെയ്യുന്നതും FA0 വർക്ക് ചെയ്യുന്ന തമ്മിലുള്ള സമയത്തിൽ എന്തുണ്ട്? ഒരു ഡിലേ ഉണ്ട്. FA0 വർക്ക് ചെയ്ത് ഒരു ചെറിയ സെക്കൻഡ് അല്ലെങ്കിൽ ഈ ഒരു പ്രൊപ്പഗേഷൻ സമയം കഴിഞ്ഞതിന് ശേഷം മാത്രം ആര് വർക്ക് ചെയ്യുന്നുള്ളൂ? FA3 വർക്ക് ചെയ്യുന്നുള്ളൂ. അപ്പോൾ ദർ ഈസ് എ ക്യാരി ഡിലേ ഉണ്ട്, ഒരു ഡിലേ ഉണ്ട് ഈ ഒരു പ്രോസസ്സിൽ. അതൊന്ന് ഓർത്ത് വെക്കുക. ഈ ഒരു പ്രൊപ്പഗേഷൻ ഡിലേക്ക് പറയുന്ന പേരാണ് എന്ത്? ക്യാരി പ്രൊപ്പഗേഷൻ ഡിലേ. അതായത് FA0 വർക്ക് ചെയ്താലേ FA1 വർക്ക് ചെയ്യുള്ളൂ. അതിനുശേഷം മാത്രം FA2 വർക്ക് ചെയ്യുന്നുള്ളൂ. അതിനുശേഷം മാത്രം FA3 വർക്ക് ചെയ്യുന്നുള്ളൂ. അതിനുള്ള റീസൺ എന്താണ്? ഈ ഒരു ക്യാരി നമുക്ക് പ്രൊപ്പഗേറ്റ് ചെയ്ത് കൊണ്ടുപോകേണ്ട ആവശ്യമുണ്ട്. അതുകൊണ്ട് ഇതിന് ഒരു ഡിലേ ഉണ്ട് ഈ വർക്കിങ്ങിൽ. അതിനെ പറയുന്ന പേരാണ് എന്ത്? ക്യാരി പ്രൊപ്പഗേഷൻ ഡിലേ എന്ന് പറയുന്നത്. ഇതുകൊണ്ടാണ് ഇതിനെ നമ്മൾ റിപ്പിൾ ക്യാരി ആഡർ എന്ന് പറയുന്നത്. ഇത്രയും ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു, അല്ലേ? സിമ്പിളാണ്. അപ്പം ബൈനറി പാരലൽ ആഡേഴ്സ് എന്ന് പറഞ്ഞാൽ നമുക്കൊരു റിയൽ ലൈഫിൽ ഒരു എക്സാക്ട് നമ്പർ, ഒരു ബൈനറി നമ്പർ, 2 ബൈനറി നമ്പേഴ്സ് തമ്മിൽ ആഡ് ചെയ്യണമെങ്കിൽ നമുക്ക് എന്ത് വേണം? ഒരു സീരീസ് ഓഫ് ഫുൾ ആഡേഴ്സ് നമ്മൾ കാസ്കേഡ് ആയിട്ട് കണക്ട് ചെയ്യണം. ഈ ഒരു രീതിയിൽ കണക്ട് ചെയ്യണം. ആ ഒരു അറേഞ്ച്മെന്റിനാണ് നമ്മൾ എന്ത് പറയുക? ബൈനറി പാരലൽ ആഡർ എന്ന് പറയാം, അല്ലെങ്കിൽ അതിനെ റിപ്പിൾ ക്യാരി ആഡർ എന്ന് പറയും. അപ്പം ഇങ്ങനെ ഒരു അറേഞ്ച്മെന്റ് നോക്കി വെക്കുക, നിങ്ങൾ ഡയഗ്രം നോക്കി വെക്കുക. ഒരു ഫുൾ ആഡർ എന്ന് പറഞ്ഞാൽ 3 ഇൻപുട്സ് ആൻഡ് 2 ഔട്ട്പുട്ട് ആണുള്ളത് അറിയാം. ആ 3 ഇൻപുട്ടിൽ A, B ആൻഡ് C ആണ്. ക്യാരി ഫ്രം പ്രീവിയസ് അഡീഷൻ ആണ്. സോ ഒന്നാമത്തെ ഫുൾ ഓർഡറിൻ്റെ ക്യാരി ഔട്ട് എന്ത് ചെയ്യും? രണ്ടാമത്തെ ഫുൾ ഓർഡറിൻ്റെ ക്യാരി ഇൻ ആയിട്ട് കൊടുക്കും. ദെൻ രണ്ടാമത്തെ ക്യാരി ഔട്ട് നമ്മൾ എന്ത് ചെയ്യും? മൂന്നാമത്തെ ക്യാരി ഇൻ ആൻഡ് സോ ഓൺ, അങ്ങനെ കണക്ഷൻ കൊടുക്കുന്നത്. അപ്പം ഇവിടെ ഒരു ഡിലേ ഉണ്ടാവുന്നുണ്ട്, പ്രൊപ്പഗേഷൻ ഡിലേ എന്ന് പറയും നമ്മൾ, ക്യാരി പ്രൊപ്പഗേഷൻ ഡിലേ എന്ന് പറയും. അതിന് കാരണം ഈ ഒരു റൈറ്റ് മോസ്റ്റ് അല്ലെങ്കിൽ LSD ബിറ്റ് ആഡ് ചെയ്യുന്ന ഫുൾ ഓർഡർ വർക്ക് ചെയ്താൽ മാത്രമേ ആര് വർക്ക് ചെയ്യുള്ളൂ? തൊട്ട് നെക്സ്റ്റ് പൊസിഷനിലുള്ള ഫുൾ ഓർഡർ വർക്ക് ചെയ്യുന്നുള്ളൂ. അതിന് റീസൺ ഇതിൻ്റെ ക്യാരി ഔട്ട് കിട്ടിയിട്ട് വേണം എന്ത് ചെയ്യാൻ? ഇവിടെ ഇൻപുട്ട് ഉണ്ടാവാൻ. സോ ഇത് ആദ്യം വർക്ക് ചെയ്യും, ശേഷം ഇത് അങ്ങനെ പോകും. സോ ദർ ഈസ് എ ഡിലേ ഇൻ വർക്കിംഗ് ബിറ്റ്വീൻ ഫുൾ ഓർഡേഴ്സ് ഫ്രം ലെഫ്റ്റ് ടു റൈറ്റ്. അതിനാണ് നമ്മൾ പ്രൊപ്പഗേഷൻ ഡിലേ, ക്യാരി പ്രൊപ്പഗേഷൻ ഡിലേ എന്ന് പറയുന്നത്. ഈ ക്യാരി പ്രൊപ്പഗേറ്റ് ചെയ്യാനുള്ള ഡിലേ ആണത്.
അതുകൊണ്ട് തന്നെയാണ് ഇതിന് നമ്മൾ എന്ത് പറയുന്നത് റിപ്പിൾ ക്യാരി ആഡേഴ്സ് എന്നും പറയുന്നത്. അപ്പോൾ ഇത്രയാണ് ഈ ഒരു എൻ്റെ ടോപ്പിക് നമ്മൾ ഡിസ്കസ് ചെയ്യാനുള്ളത്, ബൈനറി പാരലൽ ആഡേഴ്സ്. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഓക്കെ, തൽക്കാലം നമുക്ക് ഇവിടെ ബൈൻഡ് അപ്പ് ചെയ്യാം. അപ്പം ഇത് വരുന്ന അല്ലെങ്കിൽ ഈ ബൈനറി പാരലൽ ആഡേഴ്സ് വരുന്ന ഒരു IC ഉണ്ട്. ആ ICൻ്റെ നമ്പറാണ് 74283 എന്ന് പറയുന്നത്. ഇറ്റ്സ് എ 4-bit ബൈനറി പാരലൽ ആഡർ ആണ് 74283. അങ്ങനെയാണെങ്കിൽ നമുക്ക് 8 ബിറ്റ് ആഡ് ചെയ്യണമെങ്കിൽ 8 ബിറ്റ്സ് ആഡ് ചെയ്യണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, രണ്ട് 74283 IC വെച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു 8-bit ബൈനറി പാരലൽ ആഡേഴ്സ് ഉണ്ടാക്കാൻ പറ്റും. അപ്പം ഇത്രയാണ് ഇന്നത്തെ ടോപ്പിക് നമുക്ക് എൻ്റർലി കവർ ചെയ്യാനുള്ളത്. ബാക്കി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നമുക്ക് ലേറ്റർ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.